ഇൻഡക്ഷൻ മെഷീൻസ് എന്ന സബ്ജക്റ്റിലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കിൾ ഡയഗ്രത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇങ്ങനെയാണ് സർക്കിൾ ഡയഗ്രം വരയ്ക്കുക, ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തണം, ഏതെല്ലാം റീഡിങ്സ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ലൈഡ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏതെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം റീഡിങ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തെല്ലാം ക്വാണ്ടിറ്റീസ് പുതിയതായിട്ട് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് റീഡിങ്സ് കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം? ISN അതുപോലെ WSN പോലുള്ള 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ ആംഗിൾ 5-0 അതുപോലെ 5S എന്നുള്ള ഫേസ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. I0 എങ്ങനെ വരയ്ക്കാം, ISN എങ്ങനെ വരയ്ക്കാം, ഔട്ട്പുട്ട് ലൈനും ടോർക്ക് ലൈനും എങ്ങനെ വരയ്ക്കാം, സെമി സർക്കിൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മുടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എഫിഷ്യൻസി, ലോസുകൾ, ടോർക്ക് അതുപോലെ എല്ലാ കാര്യങ്ങളും, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്, പവർ ഫാക്ടർ എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് പവർ ഒക്കെ ആണെങ്കിൽ വാട്ട്സിലാണല്ലേ. ഔട്ട്പുട്ട് പവർ വാട്ട്സിലാണ്, ഔട്ട്പുട്ട് കറണ്ട് ആണെങ്കിൽ ആംപിയറിലാണ്, അതുപോലെ സ്പീഡ് ആണെങ്കിൽ RPMലാണ്, സ്ലിപ്പ് ആണെങ്കിൽ പെർസെൻറ്റേജിലാണ്. ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കിൾ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. അതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പവർ കിട്ടുമെന്ന് പറഞ്ഞു, അതുപോലെ ഇൻപുട്ട് പവർ എത്രയാണ്, എഫിഷ്യൻസി എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക ഒരു ലൈനായിട്ടാണ്. ഓരോ ലൈനിൻ്റെ ലെങ്ത്തുകളാണ് നമ്മൾ ഔട്ട്പുട്ട് പവറിനെയും അതുപോലെ റോട്ടർ കോപ്പർ ലോസിനെയും സ്റ്റേറ്റർ കോപ്പർ ലോസിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിൻ്റെ ലെങ്ത്താണ് നമ്മൾ ആക്ച്വലി ഇവിടെ മെഷർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഈ OA എന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ, OA എന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിൻ്റെ ലെങ്ത്ത് മാത്രമേ അറിയുള്ളൂ അല്ലേ. ആ ലെങ്ത്തിന് നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കറണ്ട് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആക്ച്വൽ എത്രയാണ് I0ൻ്റെ വാല്യൂ എന്ന് മനസ്സിലാവുക അല്ലേ. OA എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്തിന് നമ്മൾ കറണ്ട് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആക്ച്വൽ വാല്യൂ ഓഫ് I0 കിട്ടുക. അതുപോലെ OB എന്ന ലൈനിൻ്റെ ലെങ്ത്ത് സാധാ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. ആ സെൻറ്റിമീറ്ററിന് നമ്മൾ കറണ്ട് സ്കെയിൽ കൊണ്ട് ഗുണിച്ചാലാണ് ആക്ച്വൽ വാല്യൂ ഓഫ് ISN നമുക്ക് കിട്ടുക. നമ്മൾ പഠിച്ചതാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കറണ്ട് സ്കെയിൽ ചൂസ് ചെയ്യുന്നത്. അതുപോലെ കറണ്ട് സ്കെയിൽ കൂടാതെ നമ്മളിവിടെ പവർ സ്കെയിൽ എന്നുള്ള കാര്യം കൂടി ഉപയോഗിക്കുന്നുണ്ട്, പവർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അവിടെ ലൈൻ ഉണ്ടെങ്കിൽ ഒരു BC അല്ലെങ്കിൽ CD എന്നുള്ളൊരു ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ പറയുന്നുണ്ട് ഔട്ട്പുട്ട് പവറിനെ അതുപോലെ ഇൻപുട്ട് പവറിനെ ഓരോ ക്വാണ്ടിറ്റീസിനും ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഓരോ ലൈനുകളുണ്ട്. ആ ലൈനുകളുടെ ലെങ്ത്ത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യും. എത്ര സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ആണെന്നുള്ളത് മെഷർ ചെയ്യും. ആ ലെങ്ത്തിനെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആക്ച്വൽ വാല്യൂ ഓഫ് പവർ അല്ലെങ്കിൽ ടോർക്കൊക്കെ ലഭിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പവർ സ്കെയിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പവർ സ്കെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു ഡയഗ്രത്തിൽ BM എന്ന് പറഞ്ഞാൽ, BM എന്ന ലൈന്, BM ഓക്കെ, BM എന്ന ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് WSN എന്ന പവറിനെയാണ്. ഓക്കെ, നോർമൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് സമയത്ത്, അതായത് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൻ്റെ സമയത്ത് എത്ര പവർ ഇൻഡിക്കേറ്റ് ചെയ്യും, വാട്ട് മീറ്ററിൽ എത്ര പവർ കാണിക്കും, അതിനാണ് WSN എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ WSN എന്ന വാല്യൂവിനെയാണ് BM എന്ന മൊത്തം ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ BM എന്നുള്ള ലൈനിന് 10 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ WSNൻ്റെ വാല്യൂ 1000 വാട്ട്സുമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 വാട്ട്സാണ്. അത്തരത്തിൽ നമ്മുടെ നമ്മുടെ സർക്കിൾ ഡയഗ്രത്തിൽ 1 സെൻറ്റിമീറ്റർ എത്ര പവറിന് ഇക്വലൻ്റ് ആണ്, എത്ര വാട്ട്സ് ഓഫ് പവറിന് ഇക്വലൻ്റ് ആണ്, അതിനെയാണ് നമ്മൾ പവർ സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. BM എന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് WSN എന്ന പറഞ്ഞ പവറാണ്. WSN എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് സമയത്ത് കിട്ടിയ വാട്ട് മീറ്റർ റീഡിംഗ് ആണ് WS. അതിനെ നമ്മൾ എന്ത് ചെയ്യും, റേറ്റഡ് വോൾട്ടേജായ V1 ബൈ ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൻ്റെ സമയത്ത് കിട്ടിയ വോൾട്ടിമീറ്റർ റീഡിങ്ങിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത്തരത്തിൽ കിട്ടുന്നതാണ് WSN. അപ്പോൾ ഈ WSN എത്ര വാട്ട്സ് ആണോ ആ വാട്ട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണ് BM. ഓക്കെ, BM എന്ന ലൈന്. ഓക്കെ, BM എന്ന ലൈന് 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ആ 10 സെൻറ്റിമീറ്റർ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, WSN എത്രയാണോ അത്രയും വാട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ WSN എന്ന പവറിനെ, വാട്ട്സിലുള്ള പവറിനെ BM എന്ന ലൈനിൻ്റെ ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പവർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ പവർ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ട്സ് ആണ്. നമ്മുടെ സർക്കിൾ ഡയഗ്രത്തിൽ 1 സെൻറ്റിമീറ്റർ ഓഫ് ലൈൻ കൊണ്ട് എത്ര വാട്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പവർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ സ്കെയിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പവർ സ്കെയിൽ കണ്ടുപിടിക്കുന്ന വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ, പവർ സ്കെയിലിൻ്റെ വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും, റോട്ടർ കോപ്പർ ലോസ്, സ്റ്റേറ്റർ കോപ്പർ ലോസ്, അതുപോലെ പല കാര്യങ്ങളും തെറ്റിപ്പോവും. അതുകൊണ്ട് പവർ സ്കെയിൽ കണ്ടുപിടിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. പവർ സ്കെയിലിൻ്റെ ഇക്വേഷനാണ് WSN.
WSN എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റിൽ കാണിക്കുന്ന വാട്ട് മീറ്റർ റീഡിങ് WS ആണ്. അതിന് നമ്മൾ WSN ആയിട്ട് കൺവേർട്ട് ചെയ്യും. WSN ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ലൈൻ BM എന്ന ലൈൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ലെങ്ത് ഓഫ് BM അല്ലെങ്കിൽ ലെങ്ത് ഓഫ് AB എന്ന് എഴുതില്ല. BM അല്ലെങ്കിൽ ലെറ്റർ മാത്രമേ എഴുതുള്ളൂ, ലൈനിൻ്റെ പേര് മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ലൈനിൻ്റെ പേരിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? WSN ബൈ BM എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം WSN എന്ന് പറഞ്ഞാൽ എത്ര വാട്ട്സ് ആണ്, ആ വാട്ട്സ് ഡിവൈഡഡ് ബൈ BM എന്ന ലൈനിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ 2 ലെറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ BE എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? BE എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്ത്. EN എന്ന് പറഞ്ഞാൽ EN എന്ന ലൈനിൻ്റെ ലെങ്ത്ത്. AE എന്ന് പറഞ്ഞാൽ AE എന്ന ലൈനിൻ്റെ ലെങ്ത്ത്. അതുപോലെ BM എന്ന് പറഞ്ഞാൽ BM എന്ന ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത്തരത്തിലെ പവർ സ്കെയിൽ കണ്ടുപിടിക്കൽ നമ്മൾ ചെയ്യുന്നത് WSNൻ്റെ വാല്യൂ എത്ര വാട്ട്സാണെന്ന് നോക്കുക, ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് BM എന്ന ലൈനിൻ്റെ ലെങ്ത്ത്. അത്തരത്തിൽ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ട്സാണ്. നമ്മുടെ സർക്യൂട്ടിൽ, നമ്മുടെ സർക്കിൾ ഡയഗ്രത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ട്സാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പവർ സ്കെയിൽ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകും, സർക്കിൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ക്വാണ്ടിറ്റീസാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത ഇൻഡക്ഷൻ മോട്ടറിൽ, നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റും ചെയ്ത 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ മാക്സിമം ടോർക്ക് എത്രയാണ്, അല്ലെങ്കിൽ മാക്സിമം ഇൻപുട്ട് പവർ എത്രയാണ്, മാക്സിമം ഔട്ട്പുട്ട് പവർ എത്രയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ ഡയഗ്രാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ. OA നമുക്ക് എങ്ങനെ വരയ്ക്കാൻ അറിയാം, OA. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, OB വരയ്ക്കും. പിന്നെ AB ജോയിൻ ചെയ്യും അല്ലേ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, AB എന്നുള്ള ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ C എന്ന പോയിന്റ് കിട്ടും. സെമി സർക്കിൾ വരയ്ക്കും. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ D എന്നൊക്കെ പേര് കൊടുത്തു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, B എന്ന പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കൽ ലൈന് താഴത്തേക്ക് വരയ്ക്കും. അപ്പോൾ നമുക്ക് M എന്ന പോയിന്റ് കിട്ടും, N എന്ന പോയിന്റ് കിട്ടും. E എന്ന പോയിന്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സർക്കിൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ഇൻപുട്ടാണ്. ഓക്കെ, മാക്സിമം ഇൻപുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാക്സിമം ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് മാക്സിമം ഇൻപുട്ട് കാണാൻ വളരെ സുഖമാണ്. നമുക്ക് C എന്ന പോയിന്റ് അറിയാം അല്ലേ. C എന്ന പോയിന്റ് അറിയാം, നമ്മുടെ സെമി സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ആ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് K എന്ന പോയിന്റ്, മേളിലുള്ളതാണ് J എന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ C എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന JK എന്ന ലൈന് വരയ്ക്കുക, JK. ഓക്കെ, അപ്പോൾ CJ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആയിട്ട് വരും. JK എന്ന ലൈൻ നമുക്ക് കിട്ടും. C എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന JK എന്ന ലൈന് കിട്ടും. ഈ JK എന്ന ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യുക. ആ ലെങ്ത്തിനെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാക്സിമം ഇൻപുട്ട് പവർ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇൻപുട്ട് പവർ കാണാനുള്ള വഴി എന്താണ്? മാക്സിമം ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് C എന്ന പോയിന്റ് അറിയാം. C എന്ന പോയിന്റിൽ നേരെ എന്ത് ചെയ്യുക, 90 ഡിഗ്രിയിലാണ് ഈ ലൈൻ വരും കേട്ടോ. 90 ഡിഗ്രിയിൽ എന്ത് ലൈന് വരച്ചു. അപ്പോൾ ആ ലൈൻ നമുക്ക് എന്ത് ചെയ്യും, J എന്ന പോയിന്റ് ഇവിടെ കിട്ടും, K എന്ന പോയിന്റ് ഇവിടെയും കിട്ടും. ഓക്കെ, ആക്ച്വലി ഈ J എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണ്. നമ്മുടെ ഈ ലൈനിന് എക്സ് ആക്സിസിന് പാരലായിട്ട് അല്ലെങ്കിൽ ഒരു ടാൻജൻ്റ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ള ടാൻജൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് J എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്, സെൻറ്റർ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൊണ്ട് J എന്ന പോയിൻ്റ് കിട്ടി. JK എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. JK എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇൻപുട്ട് പവർ കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ മാക്സിമം ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, C എന്ന പോയിന്റിൽ നിന്ന് ലൈൻ വരയ്ക്കുക. അത് നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യും. ആ പോയിന്റ് നമ്മൾ J എന്ന് കൊടുത്തു. 90 ഡിഗ്രിയുള്ള ലൈനാണ്, J എന്ന് കൊടുത്തു. JK എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. ആ ലെങ്ത്തിനെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാക്സിമം ഇൻപുട്ട് പവർ കിട്ടും. ഓക്കെ, അത്തരത്തിലാണ് നമ്മൾ മാക്സിമം ഇൻപുട്ട് പവർ കണ്ടുപിടിക്കുക. ഇനി മാക്സിമം ഔട്ട്പുട്ട് പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. മാക്സിമം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ട ലൈന് ഔട്ട്പുട്ട് ലൈനാണ്. അതായത് AB എന്ന ലൈനാണല്ലോ നമ്മുടെ ഔട്ട്പുട്ട് ലൈന്. ഔട്ട്പുട്ട് ലൈൻ എടുക്കുക. ഔട്ട്പുട്ട് ലൈനിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഔട്ട്പുട്ട് ലൈനിന് എന്ത് ചെയ്യുക, ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഔട്ട്പുട്ട് ലൈൻ നമുക്കറിയാം അല്ലേ. ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കും. ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് സർക്കിളിലൊരു ടാൻജൻറ്റ് വരയ്ക്കും. ആ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് H. ഓക്കെ, അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്, മാക്സിമം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്പുട്ട് ലൈനാണ് ചൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് പവർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഔട്ട്പുട്ട് ലൈൻ ചൂസ് ചെയ്തു. ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട്
ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് നമ്മുടെ ഈ സെമി സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു ഭാഗത്ത് ടച്ച് ചെയ്യില്ല, ഈ എച്ച് എന്നുള്ള പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. അത്തരത്തിൽ നമുക്ക് ആ ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എച്ച്. ഓക്കെ, എച്ച് എന്ന പോയിന്റ് കിട്ടിയല്ലോ. എച്ച് എന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൈ ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്യും, എച്ച് എന്ന പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ലൈൻ വരയ്ക്കും. ആ ലൈന് എവിടെ ടച്ച് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്പുട്ട് ലൈനിൽ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. മാക്സിമം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് ലൈൻ എടുത്തു. എ ബി ആണ് നമ്മുടെ ഔട്ട്പുട്ട് ലൈൻ, എ ബി ആണ് നമ്മുടെ ഔട്ട്പുട്ട് ലൈൻ, നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് എന്ത് ചെയ്തു, ഒരു ടാൻജൻറ്റ് വരച്ചു. ഈ സെമി സർക്കിളിൽ ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ടൊരു ടാൻജൻറ്റ് വരച്ചു. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ, നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ ടച്ച് ചെയ്ത പോയിൻ്റാണ് എച്ച്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എച്ച് എന്ന പോയിന്റിൽ നിന്നും വൈ ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്തു, ലൈന് വരച്ചു. ആ ലൈൻ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ലൈനിനെ ടച്ച് ചെയ്യും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനാണ്, ഔട്ട്പുട്ട് ലൈനിനെ ടച്ച് ചെയ്യും. ഔട്ട്പുട്ട് ലൈനിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ ഐ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി മാക്സിമം ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഐ എന്ന ലൈനിൻ്റെ ലെങ്ത്ത്, എച്ച് ഐ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ. ഓക്കെ, ഇവിടെയാണ് പവർ സ്കെയിലിൻ്റെ ആവശ്യം. അപ്പോൾ പവർ സ്കെയിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എച്ച് ഐ എന്ന ലൈനിൻ്റെ ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് പവർ എങ്ങനെയാണെന്ന് പറഞ്ഞു, മാക്സിമം ഇൻപുട്ട് പവർ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെയാണ് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കുക. മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൈന് ടോർക്ക് ലൈനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടോർക്ക് ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്കിളിൽ, സെമി സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കും. ടോർക്ക് ലൈനിന് പാരലായിട്ട്. അപ്പോൾ ടോർക്ക് ലൈനിന് പാരലാകുമ്പോൾ ടച്ച് ചെയ്യുന്ന ടോർക്ക് ലൈനിന് പാരലായിട്ട് നമ്മുടെ സെമി സർക്കിളിൽ കിട്ടുന്ന ടാൻജൻറ്റ് പോയിൻ്റാണ് എഫ്. അപ്പോൾ എഫ് എന്ന പോയിന്റ് കിട്ടും. ഇവിടെയാണ് നമുക്ക് ടാൻജൻറ്റ് കിട്ടുന്നത്, അവിടെ എഫ് എന്ന പോയിന്റ് കിട്ടും. ആ എഫ് എന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ താഴേക്ക് ലൈൻ വരയ്ക്കും. നമ്മുടെ വൈ ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്യും, നേരെ ലൈന് താഴത്തേക്ക് വരയ്ക്കും. ഏതുവരെ, ടോർക്ക് ലൈനിൽ ടച്ച് ചെയ്യുന്ന വരെ. ഓക്കെ, ടോർക്ക് ലൈന് മാക്സിമം ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ടോർക്ക് ലൈനിന് പാരലായിട്ട് ടാൻജൻറ്റ് വരച്ചു. ടാൻജൻറ്റ് വരച്ച പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചു. ഏതുവരെ, ടോർക്ക് ലൈനിൽ ടച്ച് ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ മേലത്തെ പോയിൻ്റാണ് എഫ്, ടോർക്ക് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ജി. ഓക്കെ, അപ്പോൾ നമ്മളെ മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താവും, എഫ് ജി ഇൻറ്റു പവർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാം എഫിഷ്യൻസി, അതായത് ലോസുകളാണെങ്കിലും ടോർക്കുകളാണെങ്കിലും ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് പവർ എല്ലാം ലൈനുകളുടെ ലെങ്ത്തായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഔട്ട്പുട്ട് പവർ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ലെങ്ത്തിനെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് പവർ സ്കെയിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോ ലെങ്ത്തും എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക, പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അത്തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻപുട്ട് പവർ, മാക്സിമം ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ജെ കെ ഇൻറ്റു പവർ സ്കെയിൽ. മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എച്ച് ഐ ഇൻറ്റു പവർ സ്കെയിൽ. ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ജി ഇൻറ്റു പവർ സ്കെയിൽ. അപ്പോൾ ഇത്തരത്തിൽ കാൽക്കുലേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വാണ്ടിറ്റീസ്, ആ മെഷീൻ്റെ, നമ്മൾ വർക്ക് ചെയ്ത മെഷീൻസിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. മാക്സിമം ഇൻപുട്ട് പവർ എങ്ങനെ കണ്ടുപിടിക്കുക, ഡ്രോ എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്യുക, ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, അത് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ജെ എന്ന പോയിന്റ് കിട്ടും. ഏറ്റവും മുകളിൽ ജെ എന്ന പോയിന്റ് കിട്ടി. ഡ്രോ ലൈൻ ജെ കെ, ജെ എന്ന പോയിന്റ് കിട്ടി, ഇതാണ് ജെ എന്ന പോയിന്റ്. ജെ കെ എന്ന ലൈൻ വരയ്ക്കുക, ഈ ലൈന് ജെ കെ എന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ ജെ കെയുടെ ലൈൻ്റെ മെഷർമെൻറ്റ് എടുക്കുക, എത്ര ലെങ്ത് ഉണ്ടെന്ന്. ലെങ്ത് ഓഫ് ജെ കെ ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇൻപുട്ട് പവർ കിട്ടി. അത്തരത്തിലാണ് മാക്സിമം ഇൻപുട്ട് പവർ കണ്ടുപിടിക്കുക. അതുപോലെ മാക്സിമം ഔട്ട്പുട്ട് പവർ കാണാൻ എന്താ ചെയ്യുക, നമ്മൾ ഡ്രോ എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ പാരലൽ ടു ദ ഔട്ട്പുട്ട് ലൈൻ. ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ടൊരു ടാൻജൻറ്റ് വരച്ചു നമ്മുടെ സർക്കിളിൽ. അത്തരത്തിൽ വരയ്ക്കുമ്പോൾ എച്ച് എന്ന പോയിന്റ് കിട്ടും. പോയിന്റ് എച്ച് ഇസ് ഒബ്റ്റെയിൻഡ്. ഡ്രോ എ ലൈൻ എച്ച് ഐ എന്ന ലൈന് വരയ്ക്കുക. എച്ച് ഐ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. ആ ലെങ്ത് ഓഫ് എച്ച് ഐ എന്ന ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിനെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടും. അത്തരത്തിൽ മാക്സിമം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാം. ഇനിയുള്ളത് മാക്സിമം ടോർക്കായിരുന്നു അല്ലേ. മാക്സിമം ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുക, ഇതാണ് നമ്മുടെ ടോർക്ക് ലൈൻ അല്ലേ. ടോർക്ക് ലൈനിന് പാരലായിട്ട് എന്ത് ചെയ്യും, ടോർക്ക് ലൈനിന് പാരലായിട്ട്, ഇതാണ് നമ്മുടെ ടോർക്ക് ലൈന്. ടോർക്ക് ലൈനിന് പാരലായിട്ട് ടാൻജൻറ്റ് വരയ്ക്കും, എഫ് എന്ന പോയിന്റ് കിട്ടും. എഫ് ജി എന്ന ലെങ്ത്ത് മെഷർ ചെയ്യുക. എഫ് ജി എന്ന ലൈന് വരച്ചിട്ട് എഫ് ജി എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ പവർ സ്കെയിൽ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടോർക്കും കിട്ടും.
മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡ്രോ എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ പാരലൽ ടു ദ ടോർക്ക് ലൈൻ. ടോർക്ക് ലൈനിന് പാരലായിട്ട് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കും. അത്തരത്തിൽ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് എഫ്. ഡ്രോ ലൈൻ എഫ് ജി. എഫ് എന്ന ലൈൻ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ജി എന്ന ലൈൻ വരയ്ക്കാം. ജി എന്ന പോയിൻ്റ് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ടോർക്ക് ലൈനിലുള്ള പോയിൻ്റാണ് ജി. ഓക്കെ, അത്തരത്തിൽ എഫ് ജി എന്ന ലൈന് കിട്ടും. എഫ് ജി എന്ന ലൈനിൻ്റെ ലെങ്ത്തിനെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടോർക്കും കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ കിട്ടുന്ന മാക്സിമം ടോർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് വാട്ട്സ് ആയിരിക്കും, ന്യൂട്ടൺ മീറ്റർ ആയിരിക്കില്ല. ഓക്കെ, സിങ്ക്രണസ് വാട്ട്സ് ആയിരിക്കും, ന്യൂട്ടൺ മീറ്റർ ആയിരിക്കില്ല. അത്തരത്തിൽ സിങ്ക്രണസ് വാട്ട്സിൽ കിട്ടുന്ന ടോർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബൈ 2πns ചെയ്താൽ മതി. 2πns കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിങ്ക്രണസ് വാട്ടിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതിനുള്ള ഇക്വേഷൻസ് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ പർട്ടിക്കുലർ ലോഡിൽ, അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മാക്സിമം ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതേ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ ലോഡിൽ, ഫുൾ ലോഡോ അല്ലെങ്കിൽ ഹാഫ് ലോഡിലോ മറ്റോ വർക്ക് ചെയ്യുമ്പോൾ, ഫുൾ ലോഡ് അല്ലെങ്കിൽ ഹാഫ് ലോഡിലോ ക്വാർട്ടർ ലോഡ് അല്ലെങ്കിൽ എത്രയോ വാട്ട്സിൽ പർട്ടിക്കുലർ ലോഡ് മെക്കാനിക്കൽ പവർ കൊടുക്കുന്ന സമയത്തുള്ള ലോഡ് കറണ്ട് എത്രയാണ്, അതല്ലെങ്കിൽ ആ സമയത്തുള്ള പവർ ഫാക്ടർ എത്രയാണ്, ആ സമയത്തുള്ള സ്റ്റേറ്റർ കോപ്പർ ലോസ്, ബാക്കി കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെയുള്ള സർക്കിൾ ഡയഗ്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫിഗറിൽ പോലുള്ള സർക്കിൾ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. അത് ഏത് ലോഡിലുള്ള എന്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ വരയ്ക്കാം, കോമൺ ആണ്. ഇനി അങ്ങോട്ട് വരയ്ക്കുന്ന കാര്യങ്ങളാണ് ലോഡ് അനുസരിച്ച് മാറുക. ഹാഫ് ലോഡിൽ വേണോ ഫുൾ ലോഡിൽ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടാണ് മാറുക. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറയും ഫുൾ ലോഡിലുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹാഫ് ലോഡിലുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്വാർട്ടർ ലോഡ്, 3/4 ലോഡ്, പർട്ടിക്കുലർ ലോഡിലുള്ള കോപ്പർ ലോസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, സ്ലിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഏത് ലോഡാണെങ്കിലും ആ ലോഡിൻ്റെ പ്രപ്പോർഷനായിട്ടുള്ള ലൈനാണ് BL. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പവർ സ്കെയിൽ 1000 വാട്ട്സ് ആണെന്ന് കരുതുക. അതായത് 1000 വാട്ട്സ്, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 വാട്ട്സ് ആണെന്ന് കരുതുക നമ്മുടെ പവർ സ്കെയിൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മോട്ടർ 10 കിലോ വാട്ട് സപ്ലൈ ചെയ്യുകയാണ് കരുതുക. ഔട്ട്പുട്ട് പവർ 10 കിലോ വാട്ടാണ്. 10 കിലോ വാട്ട് ഔട്ട്പുട്ട് പവർ സപ്ലൈ ചെയ്യുമ്പോൾ ആ സമയത്തുള്ള ലോസുകൾ, എഫിഷ്യൻസി, സ്ലിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആവശ്യം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 10 കിലോ വാട്ടിന് ആനുപാതികമായിട്ടുള്ള ലൈനാണ് BL എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ BL എന്ന ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? 10 കിലോ വാട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? പവർ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 10 കിലോ വാട്ടിനെ പവർ സ്കെയിൽ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഇവിടുത്തെ കേസിലാണെങ്കിൽ 10 കിലോ വാട്ട് ഡിവൈഡഡ് ബൈ 1000 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ BL എന്ന ലൈനിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലാണ് BL എന്ന ലൈന് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഏത് ലോഡാണോ പറഞ്ഞത് ആ ലോഡിന് ആനുപാതികമായിട്ട്, ലോഡിനായുള്ള എത്ര വാട്ട്സാണ് നോക്കുക, ആ വാട്ട്സിനെ പവർ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BL എന്ന ലൈനിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആൾറെഡി MB എന്ന ലൈൻ ഉണ്ട്. ആ MB എന്ന ലൈൻ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിൻ്റെ ലെങ്ത്താണ് BL എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് പവറിന് ആനുപാതികമായിട്ടുള്ള വാല്യൂ ആണ്. നമ്മൾ എത്ര വാട്ട്സിലാണ് ഔട്ട്പുട്ട് വേണ്ടത്, ആ സമയത്തുള്ള എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷനായിട്ട് BL എന്ന ലൈൻ നമുക്ക് കിട്ടും. അത്തരത്തിൽ BL എന്ന ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? B എന്ന പോയിൻ്റ് ഓൾറെഡി ഉണ്ട്, L എന്ന പോയിൻ്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട്, ഔട്ട്പുട്ട് ലൈനിലുണ്ടല്ലോ AB എന്ന ലൈനിന് പാരലായിട്ട് L എന്ന പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ലൈന് വരയ്ക്കും. ആ ലൈൻ നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് P. ഓക്കെ, അപ്പോൾ നമ്മൾ BL എന്ന ലൈന് വരച്ചിട്ടുണ്ട്, L എന്ന പോയിൻ്റ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട്, ഔട്ട്പുട്ട് ലൈൻ ഉണ്ടല്ലോ, ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് L എന്ന പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ലൈന് വരയ്ക്കും. അത് ഈ എൻഡിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ പോയിൻ്റിനാണ് നമ്മൾ P എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് L എന്ന പോയിൻ്റ് കിട്ടി, P എന്ന പോയിൻറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ BL എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ലോഡ് അനുസരിച്ചിട്ട് മാറും. ഫുൾ ലോഡ് ആണെങ്കിലുള്ള അത്ര ഉണ്ടാവില്ല, ഹാഫ് ലോഡ് ആകുമ്പോൾ അത്രയും ലെങ്ത്ത് ഉണ്ടാവില്ല, ക്വാർട്ടർ ലോഡ് ആകുമ്പോൾ. അപ്പോൾ ആ ലെങ്ത്ത് ഔട്ട്പുട്ടിന് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? BL എന്ന ലൈനിൻ്റെ ലെങ്ത്ത് തീരുമാനിക്കുക. അത്തരത്തിൽ L എന്ന പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട്, ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് ലൈനിന് പാരലായിട്ട് L എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈന് വരയ്ക്കും. ആ ലൈന് ടച്ച് ചെയ്യുന്ന ഈ എൻഡിലെ പോയിൻ്റാണ് P. അത്തരത്തിൽ P എന്ന പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ലോഡ് ഏതായിക്കോട്ടെ, ഫുൾ ലോഡോ ഹാഫ് ലോഡോ ഏതാச்சுം നമ്മൾ എടുത്തതനുസരിച്ചിട്ട് ആ ലോഡിലുള്ള കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് സ്കെയിൽ ഉണ്ടല്ലോ, ആ കറണ്ട് സ്കെയിലിനെ OP എന്ന ലൈനിൻ്റെ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. OP എന്ന ലൈന് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നമ്മൾ മെഷർ ചെയ്യും സ്കെയിൽ വെച്ചിട്ട്. അത്തരത്തിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റിമീറ്റർ ലെങ്ത്തിനെ
കറണ്ട് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കറണ്ട് കിട്ടും. ഓക്കെ, ഇൻപുട്ട് കറണ്ട് കിട്ടി. ഇൻപുട്ട് കറണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ കണ്ടുപിടിക്കുക അല്ലേ. ഈ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ആ ലോഡിലുള്ള പവർ ഫാക്ടർ ആംഗിൾ ഫൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ കണ്ടുപിടിക്കുക അല്ലേ, കോസ് ഫൈ. അപ്പോൾ ഫൈ കണ്ടുപിടിക്കാൻ ഈസിയാണ്, പ്രൊട്രാക്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കാം. OP എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കാം. ഇത് 90 ഡിഗ്രിയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫൈ എത്രയാണ് നമുക്ക് കോസ് ഫൈ എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. കോസ് ഫൈൻ്റെ ഇക്വേഷൻ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലേ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫൈ എന്ന ആംഗിൾ. ഈ ഫൈ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് പറഞ്ഞാൽ ഇതാണ്, അതായത് PQ ബൈ OP. PQ ബൈ OP ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പവർ ഫാക്ടർ കിട്ടും. അപ്പോൾ ഇക്വേഷൻസെല്ലാം നമ്മൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ചെയ്ത കാര്യം BL എന്ന ലൈന് വരച്ചു, L എന്ന പോയിന്റിൽ നിന്ന് ഔട്ട്പുട്ട് ലൈനിൻ്റെ പാരലായിട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ P എന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഒറിജിനിൽ നിന്ന് P എന്ന ലൈനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ OP എന്ന ലൈനിൻ്റെ ലെങ്ത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ലോഡിലുള്ള കറണ്ട് തന്നെയാണ്. അപ്പോൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, OP എന്ന ലൈനിൻ്റെ ലെങ്ത്തിനെ മെഷർ ചെയ്യുക സ്കെയിൽ വെച്ചിട്ട് ഇൻറ്റു കറണ്ട് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും, എത്ര ആംപിയർ ആണെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് പവർ ഫാക്ടർ ആംഗിളാണ്. പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. OP എന്ന ലൈനുമായി ഈ ആക്സിസും തമ്മിലുള്ള ആംഗിളിനാണ് പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്തിട്ട് ആംഗിൾ നോട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കൊസൈന് കണ്ടുപിടിച്ചാൽ പവർ ഫാക്ടർ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സാധാ ട്രിഗണോമെട്രി നമ്മൾ എന്ത് ചെയ്യും, ട്രയാങ്കിളായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കോസ് വാല്യൂ കണ്ടുപിടിക്കാം, ആംഗിളിൻ്റെ കോസും കണ്ടുപിടിക്കാം. അത്തരത്തിൽ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ P എന്ന പോയിൻ്റ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, P എന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ Y ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്യും, P എന്ന പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കും. Y ആക്സിസിന് പാരലായിട്ട് P എന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അത്തരത്തിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് P എന്ന പോയിന്റ് ഉണ്ട്. ആ ലൈന് ഔട്ട്പുട്ട് ലൈനിനെ ടച്ച് ചെയ്യുന്നതിന് നമ്മൾ T എന്ന് പേര് കൊടുക്കാം. ഔട്ട്പുട്ട് ലൈനിനെ ടച്ച് ചെയ്യുന്നതിനാണ് T. ടോർക്ക് ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് S എന്ന് പേര് കൊടുത്തു. നമ്മൾ ഏറ്റവും താഴെ വരച്ച പോയിന്റിൽ ടച്ച് ചെയ്യുന്നതിന് R എന്ന് പേര് കൊടുത്തു. ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് Q. പിന്നെ നെയിമിങ് കൊടുക്കുന്ന സമയത്ത് മാറരുത്. Q എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്. T എന്നാൽ ഔട്ട്പുട്ട് ലൈനിനെ, S എന്നാൽ ടോർക്ക് ലൈനിനെ, R എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച A എന്ന പോയിന്റിൽ നിന്ന് പോകുന്ന ലൈനിനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, P എന്ന പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരയ്ക്കുന്ന ലൈനിൽ നിന്ന് P എന്ന പോയിന്റ് കിട്ടും, T എന്ന പോയിന്റ് കിട്ടും, S എന്ന പോയിന്റ് കിട്ടും, R എന്ന പോയിന്റ് കിട്ടും, Q എന്ന പോയിന്റ് കിട്ടും. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആവും. ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈനിലുള്ള പല ലെങ്ത്ത്, അതായത് PQൻ്റെ ലെങ്ത്ത്, QR-ൻ്റെ ലെങ്ത്ത്, RSൻ്റെ ലെങ്ത്ത്, STയുടെ ലെങ്ത്ത്, PT-യുടെ ലെങ്ത്ത്, അങ്ങനെ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലൈനുകളുടെ ലെങ്ത്തുകളിൽ വെച്ചിട്ടാണ് നമ്മൾ റോട്ടർ കോപ്പർ ലോസ്, സ്റ്റേറ്റർ കോപ്പർ ലോസ്, സ്ലിപ്പ്, എഫിഷ്യൻസി, ഇൻപുട്ട് പവർ, ഔട്ട്പുട്ട് പവർ, സ്പീഡ്, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് ഈ PQ. അപ്പോൾ PQ എന്ന ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈ Q എന്നുള്ള പോയിന്റ് ഏറ്റവും താഴെയാണ്, R എവിടെയാണ്, S എവിടെയാണ്, T എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ആ ലൈനുകളുടെ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പല കാര്യങ്ങളും, ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് RQ എന്ന ലെങ്ത്ത് നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ, RQ എന്ന ലെങ്ത്ത് സ്കെയിലിൽ മെഷർ ചെയ്യുകയാണ്. എത്ര സെൻറ്റിമീറ്റർ എന്ന് നോക്കുക, ഇൻറ്റു പവർ സ്കെയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഫിക്സഡ് ലോസസ്. ഓക്കെ, അത് എല്ലാ ലോഡിനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ RQ എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിക്സഡ് ലോസസ്. ഓക്കെ, അതിനുശേഷം RS എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റേറ്റർ കോപ്പർ ലോസ്. അപ്പോൾ ഈ ലോഡിൽ, ഈ പർട്ടിക്കുലർ ലോഡിലുള്ള സ്റ്റേറ്റർ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, P എന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ലൈൻ വരയ്ക്കുക. എന്നിട്ട് SR എന്ന ലൈനിൻ്റെ ലെങ്ത്ത് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റർ കോപ്പർ ലോസ് കിട്ടും. അതുപോലെ TS എന്ന ലൈനിൻ്റെ ലെങ്ത്ത് എടുക്കുക. TS എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോട്ടർ കോപ്പർ ലോസ് കിട്ടും. TS എന്ന് പറഞ്ഞാൽ റോട്ടർ കോപ്പർ ലോസ്. അതുപോലെ SR എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ കോപ്പർ ലോസ്. ഓക്കെ, അതുപോലെ ടോട്ടൽ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ SRും TSും കൂട്ടുക, അതായത് TR എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോപ്പർ ലോസ് കിട്ടും. ഓക്കെ, അതുപോലെ
ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ടി ക്യൂ ഇൻറ്റു പവർ സ്കെയിൽ ചെയ്താൽ മതി. ടി ക്യൂ ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പലതരത്തിലുള്ള ലോസുകൾ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പലതരത്തിലുള്ള ലോസുകൾ, റോട്ടർ കോപ്പർ ലോസ്, സ്റ്റേറ്റർ കോപ്പർ ലോസ്, ഫിക്സഡ് ലോസ്, ടോട്ടൽ കോപ്പർ ലോസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഔട്ട്പുട്ട് പവർ അതുപോലെ എഫിഷ്യൻസിയും കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇതിൽ ഇൻപുട്ട് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് പി ക്യൂ എന്ന ലൈനിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, പി ക്യൂ അതായത് മൊത്തം ലൈന്, പി ക്യൂ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഡിലുള്ള ഇൻപുട്ട് പവർ കിട്ടും. പി ക്യൂ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് പവർ കിട്ടും. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ പി ടി എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക, പി ടി എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടും, ആ ലോഡിലുള്ള ഔട്ട്പുട്ട് പവർ. അത്തരത്തിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എഫിഷ്യൻസി കണ്ടുപിടിക്കാം. റോട്ടർ കോപ്പർ ലോസ്, റോട്ടർ ഇൻപുട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കാം. സ്ലിപ്പ് കണ്ടുപിടിച്ചാൽ സ്പീഡും. ഈ പോയിൻ്റ് നോട്ട് ചെയ്യുക. ഇനി ഈ പോയിന്റുകളുടെ പേരുകൾ നോട്ട് ചെയ്യുക. അതായത് എ ഏതാണ്, ബി ഏതാണ്, പി എന്ന പോയിന്റ് ഏതാണ്, ടി എന്ന പോയിന്റ് ഏതാണ്, എസ് എന്ന പോയിന്റ് ഏതാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ പല ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പായിരുന്നു എങ്ങനെയാണ് മോട്ടോർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. ഔട്ട്പുട്ടിന് വാട്ട്സ് എത്രയാണ് നോക്കുക, ബൈ പവർ സ്കെയിൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എൽ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് കിട്ടും. ബി എൽ എന്ന് പറഞ്ഞാൽ ഈ ലൈന്, ഈ ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? എം ബി എന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എം എൽ എന്നാക്കും. എക്സ്ട്രാ വരയ്ക്കുന്ന ലൈനാണ് ബി എൽ. അത്തരത്തിൽ ബി എൽ എന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ പി എൽ എന്ന പുതിയ ലൈൻ വരയ്ക്കും നമ്മൾ, പാരലൽ ടു ഔട്ട്പുട്ട് ലൈനിൻ്റെ പാരലായിട്ട് നമ്മൾ പി എൽ എന്ന ലൈന് വരയ്ക്കും. പി എന്ന പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ലൈന് പി ക്യൂ വരയ്ക്കാം. അതായത് നേരെ താഴേക്കുള്ള ലൈനാണ് പി ക്യൂ. ആ പി ക്യൂവിൻ്റെ ഇടയിലായിട്ട് ആർ എസ് ടി എന്ന പോയിന്റ് നമുക്ക് കിട്ടും അല്ലേ. പി ക്യൂ എന്ന ലൈന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ടി എസ് ആർ എന്നുള്ള പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, അതിൻ്റെ പൊസിഷൻസും ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് കറണ്ട് ഇക്വേഷൻ ഒ പി എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക ഇൻറ്റു കറണ്ട് സ്കെയിൽ. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ കോസ് ഫൈ ഈസ് ഈക്വൽ ടു പി ക്യൂ ബൈ ഒ പി. ഒന്നെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഈസി ആയിട്ട് പി ക്യൂവിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക ഡിവൈഡർ ബൈ ഒ പിയുടെ ലെങ്ത്ത് ചെയ്താൽ നമുക്ക് പവർ ഫാക്ടർ കിട്ടി, ആ ലോഡിലുള്ള പവർ ഫാക്ടർ. ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷൻ പി ക്യൂ ഇൻറ്റു പവർ സ്കെയിൽ. ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ പി ടി ഇൻറ്റു പവർ സ്കെയിൽ. എഫിഷ്യൻസി എന്തായിരിക്കും? ഔട്ട്പുട്ടും ഇൻപുട്ടും അറിയാമെങ്കിൽ നമുക്ക് പി ടി ബൈ പി ക്യൂ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കാരണം മേളിലും താഴെയും നമ്മൾ പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ക്യാൻസലായി പോകും. അതുകൊണ്ട് പി ടിയുടെ ലെങ്ത്ത്, ലൈനിൻ്റെ ലെങ്ത്ത് എത്രയും നോക്കുക, പി ക്യൂയുടെ ലൈനിൻ്റെ ലെങ്ത്ത് എത്രയും നോക്കുക, അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ കാണുക, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടി. റോട്ടർ കോപ്പർ ലോസിൻ്റെ ഇക്വേഷൻ ടി എസ് ഇൻറ്റു പവർ സ്കെയിൽ. റോട്ടർ ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ പി എസ് ഇൻറ്റു പവർ സ്കെയിൽ. ഇപ്പോൾ റോട്ടർ കോപ്പർ ലോസും റോട്ടർ ഇൻപുട്ടും അറിയാമെങ്കിൽ നമുക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പിൻ്റെ ഇക്വേഷൻ എന്താവും? സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു റോട്ടർ കോപ്പർ ലോസ് ബൈ റോട്ടർ ഇൻപുട്ട്. റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ടി എസ് ആണ്, റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പി എസ് ആണ്. അപ്പോൾ ടി എസ് ബൈ പി എസ്, ടി എസ് എന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഡിവൈഡർ ബൈ പി എസ് എന്ന ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് കിട്ടി. സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കണ്ടുപിടിക്കാം അല്ലേ. കാരണം ഈ മോട്ടറിൻ്റെ പോളിൻ്റെ എണ്ണം അറിയാമെങ്കിൽ നമുക്ക് സിങ്ക്രണസ് സ്പീഡ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എൻ എസ് ഇൻറ്റു 1 - s ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോട്ടറിൻ്റെ സ്പീഡും കിട്ടും. അത്തരത്തിലാണ് നമ്മുടെ ഈ മോട്ടർ ആ ഒരു പർട്ടിക്കുലർ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര RPM വർക്ക് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ സ്പീഡ് നമുക്ക് ആ തരത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലിപ്പിൻ്റെ ഇക്വേഷനാണ് ടി എസ് ബൈ പി എസ്. ഇനി ഫിക്സഡ് ലോസിൻ്റെ ഇക്വേഷൻ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂ ആർ, ഏറ്റവും താഴെയുള്ള ഡിസ്റ്റൻസ്, ക്യൂ ആർ ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ലോസ് കിട്ടും. സ്റ്റേറ്റർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ആർ എസ് ഇൻറ്റു പവർ സ്കെയിൽ. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ടി ക്യൂ ഇൻറ്റു പവർ സ്കെയിൽ. അത്തരത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വാണ്ടിറ്റീസും ഓരോ ലൈനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് പവർ സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ടോർക്കിൻ്റെ കാര്യം നോക്കാം. സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനാണ് ബി ഇ എന്ന ലൈനിൻ്റെ ലെങ്ത്ത്, ബി ഇ ഇൻറ്റു പവർ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. ആ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ യൂണിറ്റ് സിങ്ക്രണസ് വാട്ട്സ് ആയിരിക്കും. അപ്പോൾ സിങ്ക്രണസ് വാട്ട്സിലുള്ളതിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബി ഇ ഇൻറ്റു പവർ സ്കെയിൽ, സെയിം ഇക്വേഷനാണ് ബൈ 2π/ns. 2π എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാണ്, ns എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്. അപ്പോൾ സിങ്ക്രണസ് സ്പീഡ് RPSലാണ് നമ്മൾ എടുക്കുക കേട്ടോ. RPMലല്ല, RPSൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്ടൺ മീറ്ററിലുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. അതുപോലെ ടോർക്ക്,
ആ ഒരു പർട്ടിക്കുലർ ലോഡ് എടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടർ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക്, റോട്ടർ ഇൻപുട്ട് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. റോട്ടർ ഇൻപുട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പി എസ് ഇൻറ്റു പവർ സ്കെയിൽ. പി എസ് എന്ന ലൈൻ്റെ ലെങ്ത്ത് ഇൻറ്റു പവർ സ്കെയിൽ ഡിവൈഡഡ് ബൈ 2πns. 2πns കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്കും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ടോർക്കിൻ്റെ വാല്യൂ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ടോർക്ക് ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ സിംഗ്നസ് വാട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. 2πns കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കിട്ടുക, നമുക്ക് സിംഗ്നസ് വാട്ട്സിലുള്ള ടോർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പല കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടൊരു നോട്ടുണ്ട്, അത് സ്ലിപ്പിനെ കുറിച്ചായിരുന്നു. സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. സ്ലിപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ NR, അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി വെക്കണം. NR = എന്താണ്, സിംഗ്നസ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം ഇൻറ്റു 1 - s ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡിൽ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്ന സ്പീഡും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർക്കിൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്വാണ്ടിറ്റീസ് ആയിട്ട് കണ്ടുപിടിക്കുക. ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു ലോഡിലുള്ളതാണ് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയാണ് മാറ്റം വരിക, ലോഡ് മാറുമ്പോൾ BL എന്ന ലൈൻ്റെ ലെങ്ത്ത് മാറും. BL എന്ന ലൈൻ്റെ ലെങ്ത്ത് മാറുമ്പോൾ P എന്ന പോയിൻ്റിൻ്റെ പൊസിഷൻ മാറും. P എന്ന പോയിൻ്റിൻ്റെ പൊസിഷൻ മാറുമ്പോൾ എന്ത് ചെയ്യും, ഈ ലോസിൻ്റെ വാല്യൂ കൂടും. അതുപോലെ പവർ ഫാക്ടർ ആംഗിൾ, ലൈൻ കറണ്ട് എല്ലാം മാറും. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലോഡിലുള്ള കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്കിൾ ഡയഗ്രാം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയാനുള്ളത്.